ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ഞങ്ങളെ ആക്ഷേപിച്ചു. ഇല്ല ഞാൻ ആക്ഷേപിച്ചില്ല. ശ്രീ ജ്യോതികുമാർ പറയൂ. താങ്കളുടെ അടുത്ത അവസരത്തിൽ പറയുന്നേ, താങ്കൾക്ക് മാത്രം താങ്കൾ സംസാരിച്ചാൽ മതിയോ? നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ എന്താടോ കാര്യം? വാട്ട് ഇസ് ദ റീസൺ? കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് ഡ്രൈ ഡേ ഒഴിവാക്കണം എന്നുള്ളത്. ടൂറിസം വികസനം വേണം എന്നുള്ള കാര്യത്തിൽ നമ്പർ 1 ഏറ്റവും വലിയ ആവശ്യം ഉന്നയിക്കുന്നവരാണ് കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റി. ഈ ട്രാവൽ മാർട്ട് സൊസൈറ്റിയിൽ ഈ ഹോട്ടൽ ഉടമകളും ഉൾപ്പെടുന്നുണ്ട് സാർ. ഞാൻ പറയട്ടെ സാർ, അപ്പൊ ഹൗസ് ബോട്ട് ഓണർമാരെ വിളിച്ചെന്തിനാ? അപ്പൊ ട്രാവൽ മാർട്ട് സൊസൈറ്റിയുടെ മാറിയോ? ഹൗസ് ബോട്ട് ഉടമകൾ എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ്. ഹൗസ് ബോട്ട് അസോസിയേഷനും മദ്യനയമായിട്ട് ബന്ധം ഉണ്ട്. ആര് പറഞ്ഞു? ടൂറിസ്റ്റുകളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുക എന്നുള്ളതാണ് ഹൗസ് ബോട്ട് അസോസിയേഷനുകളുടെ സമയമായിട്ട് അവർക്കെന്താ ബന്ധം? ഇവനെന്ത് വിവരക്കാരാ ചോദിക്കണേ? ആര് പറഞ്ഞു ബന്ധമില്ലെന്ന്? എന്തുകൊണ്ടില്ല? അല്ല, ടൂറിസ്റ്റുകളുടെ ആവശ്യം എന്നുള്ള രീതിയിൽ തന്നെയാണല്ലോ ഈ മദ്യം എന്നുള്ള കാര്യം അറിയാമല്ലോ. വകുപ്പ് സെക്രട്ടറി നിലവാരത്തിലോ മന്ത്രി നിലവാരത്തിലോ സർക്കാർ ഒരു ചർച്ചയും ആരംഭിച്ചിട്ടില്ല എന്ന് മാത്രമാണ് മന്ത്രിമാരോട് പറഞ്ഞത്. അങ്ങനെയൊന്നും അല്ല സാർ, ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് മാത്രമല്ല. ഒരു യോഗം നടന്നിട്ട് ജനിക്കാത്ത കുട്ടിയുടെ ജാതകം വായിച്ചിട്ട് കാര്യമില്ല എന്ന രീതിയിലാണ് മന്ത്രിമാർ സംസാരിച്ചത്. ഞാൻ പറയുമ്പോ ശരി പറഞ്ഞോളൂ. അതെ, ഇടഞ്ഞ ഞാൻ കൊമ്പനാ, കൊമ്പൻ ഇടഞ്ഞില്ലെങ്കിലോ കൊലയില്ലാത്ത കൊമ്പൻ. ദയവായി ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ചർച്ചയ്ക്കൊരു അവസരം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷണിച്ചിട്ട് വന്ന ഒരാളാണ്. എനിക്ക് പറയാൻ അവസരം തന്നിട്ട് നിങ്ങൾ എന്ത് ചോദിച്ചാലും ഉത്തരവുണ്ട്. നിങ്ങൾ ഞാൻ പറയുന്ന നാട്ടുകാരെ കേൾപ്പിക്കരുത് നിർബന്ധം ഉണ്ടെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല, ഞാനിവിടെ ഇരുന്നോളാം. ഒരു മാറ്റവും ഇല്ലല്ലോ. 21 യോഗം നടന്നു. 21 ബാർ ഉടമകളുടെ യോഗം. അഴിമതിയാണല്ലോ ഞങ്ങൾ പറയേണ്ട ഉത്തരം. ആരോപണം സ്മോൾ ആണോ ലാർജ് ആണോ? ഞാൻ പറയുന്ന ചോദ്യം എന്താണ്? എന്നിട്ട് 21 നടന്ന യോഗത്തിന് ശേഷം 23 അനിമോന്റെ വോയിസ് ക്ലിപ്പ് വരുന്നത്. വോയിസ് ക്ലിപ്പിൽ ഒരു വാചകം അങ്ങയുടെ ശ്രദ്ധ ഞാൻ പെടുത്തുക. എന്താ പറയുന്നറിയാമോ? ഈ മദ്യനയം തീരുമാനിക്കുന്ന കാര്യത്തിൽ പല ആളുകളും പറയുന്നത് പോലെയല്ല. നിങ്ങൾ പണം കൊടുക്കണം, 2.5 ലക്ഷം രൂപ വീതം നിങ്ങൾ തരണം. 3-1 ആളുകൾ പണം നൽകിക്കഴിഞ്ഞു. അതിലൊരാൾ ഇടുക്കിയിലുള്ള ഇന്ന ഹോട്ടൽ ഉടമയാണ്. എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ വിവാദമാക്കുന്ന, നിങ്ങൾ ഏതാണ്ട് കുറ്റകൃത്യം ചെയ്തു എന്നതിലേക്ക് അവതരിപ്പിക്കുന്ന ഒരു യോഗത്തിൽ 21 നടക്കുന്ന യോഗത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഈ 3-1 ബാർ ഉടമകളും പണം കൊടുത്തു എന്ന് പറയുന്നത്? ഇടുക്കിയിലെ ഏതാണ്ട് ഒരു ബാർ ഉടമ പൈസ കൊടുത്തു കഴിഞ്ഞു എന്ന് പറയുന്നത്? അവരുടെ യോഗം നടന്നു എന്ന് പറഞ്ഞ 23 മാത്രമാണ്. താങ്കളുടെ വാദം പറഞ്ഞു. ഞാൻ എന്റെ കാര്യം കൂടി പറയട്ടെ. ഇതൊരു നടക്ക് പോണ മാതിരില്ല. ഞാൻ ഒന്ന് ഇടപെടുകയാണ്. കാരണം ഒരു വാക്ക് പറയട്ടെ സാർ. അല്ല, അക്കാര്യം ബോധ്യമായി. കൺക്ലൂഡ് ചെയ്യട്ടെ. അക്കാര്യം ബോധ്യമായി. താങ്കൾ കൺക്ലൂഡ് ചെയ്യാൻ പോകേണ്ട അതിന്റെ കാര്യമില്ല. ബോധ്യമായി. ഇവനെന്തായി പറയണത്? സുഗുണ, അതെ സുഗുണൻ തന്നെ. പാർട്ടിയുടെ വാദം ഞാൻ കൺക്ലൂഡ് ചെയ്യട്ടെ. ശരി, ഒരു സെന്റൻസ്. അല്ലല്ല, എന്റെ പാർട്ടിയുടെ വാദം ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ആയിക്കോട്ടെ. മന്ത്രിമാർ നുണ പറഞ്ഞു എന്നുള്ള ചോദ്യം, എന്തിനാടാ ഇങ്ങനെ ഓരിയിടുന്നത്? ഉത്തരം എന്താണ്? മന്ത്രിമാരോട് നുണയും പറഞ്ഞിട്ടില്ല. മന്ത്രിമാരോട് ടൂറിസം സെക്രട്ടറി നിർദ്ദേശം കൊടുത്തിട്ട് നടക്കുന്നൊരു യോഗത്തെ സംബന്ധിച്ച് മന്ത്രിമാരോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നില്ല. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന പറയൂ. അത്തരമൊരു യോഗത്തെക്കുറിച്ച് മന്ത്രി ലെവലിൽ അറിവുള്ള കാര്യമേ ആയിരുന്നില്ല. അതുകൊണ്ട് അവരോട് ആരും ചോദിച്ചുമില്ല, അവർ മറുപടി പറഞ്ഞുമില്ല. ഇവൻ നമ്മൾ നാളെടുത്തോണേട്ടാ. എന്തായാലും മന്ത്രിമാർ ആ രീതിയിലല്ല പറഞ്ഞത്. ഒരു ചർച്ചയും തുടങ്ങിയിട്ടില്ല എന്നാണ്. പക്ഷെ അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ചർച്ചകളുടെ വിവരങ്ങൾ വന്നത് എന്നത് മറ്റു കാര്യം. പക്ഷേ താങ്കളുടെ വാദം, താങ്കളുടെ പാർട്ടിയുടെ വാദം അതാണ്. അല്ല, താങ്കൾ പറഞ്ഞ ഒരു കാര്യം താങ്കൾക്ക് ഇനി അത് അല്ല എന്ന് സമ്മതിക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഈ മദ്യവും നയവുമായി ബന്ധപ്പെടാത്ത സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ വിളിച്ചതെന്ന് താങ്കൾ ചോദിച്ചു. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ 7 പേരുടെയും പേര് വായിച്ചു. ആ 7 പേരും മദ്യനയവുമായി ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബന്ധപ്പെട്ടവരും അഭിപ്രായം പറയാൻ അർഹരുമാണ്. അത് ഞാൻ ഇവിടെ പറയുകയും ചെയ്തു. ചർച്ച നടന്നത് സമ്മതിക്കാൻ എന്ത് കുഴപ്പമാണ്? വിവിധ വകുപ്പുകളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ഇത് സങ്കീർണമാക്കിക്കൊണ്ട് പോകുന്നത്? താങ്കൾ 2 വാദത്തിനെതിരെയും ഞാൻ വാദം ഉന്നയിച്ചു കഴിഞ്ഞു. ഒന്ന്, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും വിളിച്ചിരുന്നു. എന്താണ് തടയരുത്. ചാമക്കാല
മന്ത്രിതലത്തിൽ ഒരു ചർച്ച നടന്നിട്ടില്ല. ഇതാണ് മന്ത്രിമാർ പറഞ്ഞത് എന്നാണ് ശ്രീ കെ അനിൽകുമാർ പറയുന്നത്. താങ്കളുടെ വാദം? മഞ്ജുഷ, ഇപ്പൊ നിങ്ങള് കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. മഞ്ജുഷേ, അല്ല, മന്ത്രിതലത്തിൽ ചർച്ച നടന്നില്ല, ഞാൻ സമ്മതിച്ചു സാർ. അല്ല മഞ്ജുഷേ, മന്ത്രിതലത്തിൽ ചർച്ച നടന്നില്ല, ഞാൻ സമ്മതിച്ചു. ശ്രീ ജ്യോതികുമാർ ചാമക്കാല പറയട്ടെ. നിങ്ങൾ പറഞ്ഞ ആക്ഷേപം അതല്ല. അല്ലല്ല, ചുമ്മാ ഇരിക്കാൻ പറയാം. കൃത്യമായിട്ടുള്ള ശൈലി അത്. എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. മഞ്ജുഷ, 7 മണി 16 മിനിറ്റായി. ഞങ്ങളെ അല്ലല്ല മഞ്ജുഷേ, ഞങ്ങളെ ആക്ഷേപിച്ചു. ഒരു മര്യാദ കാണിക്കട്ടെ ചർച്ചയിൽ വന്നിട്ട്. മഞ്ജുഷ ഞങ്ങളെ ആക്ഷേപിച്ചു. ഇല്ല, ഞാനൊരു ആക്ഷേപിച്ചില്ല. ശ്രീ ജ്യോതികുമാർ പറയൂ. താങ്കളുടെ അടുത്ത അവസരത്തിൽ പറയുന്നേ, താങ്കൾക്ക് മാത്രം താങ്കൾ മഞ്ജുഷ മാത്രം സംസാരിച്ചാൽ മതിയോ? അല്ല, ശ്രീ കെ അനിൽകുമാർ താങ്കളെ ഒരു ആക്ഷേപിച്ചിട്ടില്ല. ഞങ്ങളെ അപമാനിച്ചു മഞ്ജുഷ്. എന്ത് അപമാനിച്ചു? പറഞ്ഞ മഞ്ജുഷ് അപമാനിച്ചു. ഞാൻ പറയാം മഞ്ജുഷ്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഇവിടെ എന്താ പ്രശ്നം? ഞാൻ പറയാം നിങ്ങൾക്ക് മാളാണോ ലാർജ് ആണോ? ഞാൻ പറയട്ടെ. കേരളത്തിലെ ജനങ്ങൾക്കറിയാം. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, 1 കോടി എന്ന് പറയുന്ന ആ ആരോപണം കഴിഞ്ഞ് 8 വർഷം കഴിഞ്ഞിട്ട് ആ മൈക്ക് എല്ലാ ദിവസവും താങ്കൾക്ക് സമയം കിട്ടിയിരിക്കും. ജ്യോതികുമാർ ഒന്ന് പറഞ്ഞു തുടങ്ങട്ടെ. ശരി. ഞാൻ പറയുന്ന വാചകത്തിന്റെ മേലെ കളവ് പറഞ്ഞൊളിച്ചു പോകരുത്. ഏത് കളവ്? എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. വാചകത്തിന് മേലെ ഞങ്ങളെ ആക്ഷേപിച്ച് ഒളിച്ചു പോകരുത്. മഞ്ജുഷോട് ഞാൻ പറയാം. താങ്കളുടെ അവസരത്തിൽ പറയാം. താങ്കൾ മര്യാദ കാണിക്കുക. സർക്കാരിന്റെ കാലത്ത് താങ്കൾ മര്യാദ കാണിക്കണേ. ഞാൻ ചാമക്കാല ഇറച്ചിട്ട് വിളിച്ചിട്ട് വന്നല്ല. അല്ലല്ല, അങ്ങനെ സംസാരിക്കണ്ട. ഞാൻ മഞ്ജുഷോട് ഈ സർക്കാരിന്റെ കാലത്ത് എന്താണെന്നാണ് വെള്ളം അടിച്ചാൽ ഇതാ കുഴപ്പം. ഞാൻ സുബോധത്തോടുകൂടി തന്നെ സംസാരിക്കുന്നത്. അല്ല, ഈ സർക്കാരിന്റെ പറഞ്ഞ അപമാനം എന്താണ്? സർക്കാരിന്റെ കാലത്ത് എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. താൻ ആരുവാ? ഞാൻ എന്ത് സംസാരിക്കണം ഞാൻ തീരുമാനിക്കും. ഞാൻ സംസാരിക്കുന്നത് ഊഴമാണ്. ഞാൻ സംസാരിച്ചതിന് ശേഷം മര്യാദകളെന്ന് പറയേണ്ടി വരും. ശരി, ജ്യോതികുമാർ പറയൂ. ാണ് ഞാൻ പറയുന്നത്. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ. അല്ല, താങ്കൾക്ക് പറയാനുള്ള ഈ സർക്കാരാണ് ഞാൻ നടന്നിട്ടില്ല എന്ന് അല്ലേ? മഞ്ജുഷുമായിട്ട് പറയാനുള്ള താങ്കളുടെ അവസരം കഴിഞ്ഞേ. മഞ്ജുഷ് പറഞ്ഞ താങ്കളുടെ അവസരം കഴിഞ്ഞത് പറഞ്ഞ എത്ര നേരമായി? താങ്കൾ സ്ഥിരമായി വന്നിരുന്ന ഈ ചർച്ച നിൽക്കല്ലേ? ആഞ്ജനേയ സ്വാമി, ഇന്നലെ ഇത് തന്നെയാണ് താങ്കളുടെ അവസ്ഥ. UDF സർക്കാരിനെ പോലെ അല്ലല്ല. ഇത് കഴിഞ്ഞിട്ട് ഇത് പറഞ്ഞ ഇറങ്ങിപ്പോ ഇല്ല, പോയി കേസ് കൊടു. UDF സർക്കാരിനെ പോലെ LDF സർക്കാരിന്റെ താങ്കൾ ഇപ്പൊ പറയണ്ട. താങ്കളുടെ അവസരത്തിൽ പറഞ്ഞാൽ മതി. താങ്കൾ 15 മിനിറ്റ് 16 മിനിറ്റ് താങ്കൾ പുരാണമൊക്കെ പറഞ്ഞെല്ലാം കേട്ടു. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. മഞ്ജുഷുമായിട്ടാണ് തർക്കം. ശരി, ആയിക്കോട്ടെ, ഞാനതിന് മറുപടി പറഞ്ഞോളാം. ഇനി ജ്യോതികുമാർ ആവശ്യം കൊടുത്ത് ഞാൻ പറഞ്ഞോളാം. ചർച്ച മുന്നോട്ട് പോട്ടെ. അയാൾ അവിടെ ഇവിടെ എങ്ങനെയൊക്കെ നടന്നോട്ടെ. ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. ഇത് പറയാതെ പോവില്ല. താങ്കൾ പറഞ്ഞുവല്ലോ, കേട്ടു. ഞാൻ തിരുത്താനുള്ള എന്ത് തിരുത്താനാണ്? ഞാൻ LDF സർക്കാരിന്റെ കാലത്ത് അവസരമാണ് ഞാൻ സംസാരിക്കും. അതെ, എനിക്ക് തോന്നുന്നാണോ അതോ ശരിക്കും മണ്ടനാണോ? LDF സർക്കാരിന്റെ കാലത്ത് കോഴ ഇടപാട് നടന്നു ഞാൻ പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് ചർച്ചകളാണ് നമ്മൾ നടത്തുന്നത്. താങ്കൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പിടിക്കാതെ. ഞാൻ പറഞ്ഞ ബാഹുടമകൾക്ക് അറിയാം കൊടുക്കേണ്ടടുത്ത് കൊടുത്താൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ എന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. ഏത് സർക്കാരിന്റെ കാലത്താണെങ്കിലും നിർത്തി അവമാനിക്കുവാണെന്നേ. ഏത് സർക്കാരിന്റെ കാലത്താണെങ്കിലും കൊടുക്കേണ്ടടുത്ത് കൊടുക്കണം, എന്നാലേ കാര്യം നടക്കുമെന്ന് ബാഹുടമകൾക്ക് അറിയാമെന്നാണ്. അല്ലെങ്കിൽ താങ്കൾ പിടിക്കണ്ട. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ. ശരി, ഭയങ്കരം തന്നെ. ശരി അനിൽ, ശരി ജ്യോതികുമാർ, ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ശരി ആയിക്കോട്ടെ. പിടിച്ചു. അങ്ങനെയാണെങ്കിൽ അവരെ കയ്യാമം വെച്ച് കാണിക്കണം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല.
അവരെയൊന്നുമല്ല, നിങ്ങളെയാണ് കളവ് അല്ല, പറഞ്ഞ ഇല്ല, നിങ്ങളെയല്ലേ കേൾക്കൂ, പിടിക്കുന്നത്? ശരി നിങ്ങളെയല്ല, മഞ്ജുഷയല്ലേ പിടിക്കുന്നത്? ശരി ശരി ശ്രീ ജ്യോതികുമാർ ചാമക്കാല ആയിക്കോട്ടെ ജ്യോതികുമാർ. ആ കേസൊന്നും കൊടുക്കാൻ സൗകര്യപ്പെടില്ലേ, പറഞ്ഞു പോകാൻ തന്നെ കേസെടുക്കട്ടെ. തീരുമാനിച്ചു. ഓഹോ ഇന്നിനി നീ മിണ്ടരുത്. ഇന്നത്തെ കോട്ട കഴിഞ്ഞു. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.